പിള്ളേർക്ക് പഠനത്തിൽ ഏകാഗ്രത ഇല്ല, ശ്രദ്ധ കുറവാണ്, ആത്മവിശ്വാസം ഇല്ല, ആകപ്പാട് ബഹളാണെങ്കിൽ അതിനെല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാനുള്ളത്. വെൽക്കം ടു സി വിത്ത് എലിസ. ഞാനെന്നുള്ളത് ആൽഫ അബാക്കസ് അക്കാഡമിയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവിടെ ഈ പിള്ളേർക്ക് ആത്മവിശ്വാസവും ശ്രദ്ധയും എല്ലാം ഉണ്ടാക്കി പിള്ളേരെ അടിപൊളിയാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പം ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ നായരമ്പലത്ത് മാനാട്ടുപറമ്പിലാണ്. അവിടെയാണ് ആൽഫ അക്കാദമി ഉള്ളത്. നമ്മുടെ ഈ വീഡിയോയിൽ ഒരു നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ. എങ്ങനെയാണ് നിങ്ങൾ ഈ പിള്ളേരുടെ ആത്മവിശ്വാസവും ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക? അവരുടെ അബാക്കസിലൂടെയാണ് അവരുടെ ഏകാഗ്രതയും ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുന്നത്. ഈ അബാക്കസിലൂടെ എങ്ങനെ പിള്ളേരുടെ ഏകാഗ്രതയും ഇതൊക്കെ കൂട്ടാൻ പറ്റും സാറേ? ഇപ്പൊ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിംഗർ ടിപ്സും ബ്രെയിനും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. എനിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. അത് കാരണം ഇതൊരു ഇപ്പോ സംസാര വിഷയമാണ്. അത് ഇപ്പൊ നമ്മളുടെ ഫിംഗർ ടിപ്സ് നമ്മളിപ്പോ ഈ അബാക്കസ് ചെയ്യുന്നത് 2 കൈകൾ കൊണ്ടാണ്. അപ്പൊ ഈ 2 കൈകളുടെ ഫിംഗേഴ്സ് പറഞ്ഞാൽ അതിന്റെ ടിപ്സ് മാത്രമാണ് അതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന അബാക്കസിന്റെ ഈ റോഡ്സ് ഉണ്ടല്ലോ, ഈ റോഡ്സിൽ കാണുന്ന ഈ ബീഡ്സിന് മൂവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം നടക്കുന്നത്. അബാക്കസ് എന്ന് പറഞ്ഞാല് ഒരു കാൽക്കുലേറ്റിംഗ് ടൂളാണ്. അപ്പൊ നമ്മൾ ഈ ബീഡ്സ് മൂവ് ചെയ്യിക്കുമ്പോൾ അതിനകത്ത് കുട്ടികൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഈ ബീഡ്സ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിംഗർ ടിപ്സ് കൊണ്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ എസ്പെഷ്യലി 2 കൈകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് 2 സൈഡിലെ ബ്രെയിനും മെസ്സേജ് പോവുകയാണ്. അപ്പോൾ ഈ അതുവഴി അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ്, ഒരു ഓവറോൾ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുകയാണ്. ഓ, അങ്ങനെയാണ് നോക്കി അബാക്കസിലൂടെ അതാണ് സംഭവിക്കുന്നത് അല്ലേ? മിസ് എത്ര നാളായി അബാക്കസ് ട്രെയിനിങ് തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 10-11 വർഷമായി. അപ്പൊ എത്ര പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടാവും? ഞാനൊരു 2500 പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ? വലിയ എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങള്. 2 ആളും ഇതിനകത്ത് നിൽക്കുവാണോ? സാറും സപ്പോർട്ടായിട്ടുണ്ട്? ഞാൻ സപ്പോർട്ടായിട്ട് നോക്കുന്നത്. പഠിപ്പിക്കുന്നതെല്ലാം മിനിമം ആണ്. അപ്പൊ എന്തൊക്കെയാണ് പിള്ളേർക്ക് കുറെ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് അബാക്കസ് കേൾക്കാത്തായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് പിള്ളേർക്ക് ഓവറോൾ എന്ന് പറഞ്ഞല്ലോ? എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഒരു അബാക്കസ് ട്രെയിനിങ്ങിൽ കടന്നു പോകുന്ന കുട്ടിക്ക് കിട്ടുന്നത്? ഒരു അബാക്കസ് ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിക്ക് സൈക്കോളജിക്കലായിട്ട് കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ട് ഇതിനോട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട്. അത് പ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് അവർക്ക് ഉണ്ടാവും. കൂടാതെ അക്കാഡമിക് ആയിട്ടുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സൈക്കോളജിക്കലായിട്ട്. പിന്നെ ലാംഗ്വേജ് വൈസ് അവർക്കൊരു കുറച്ച് ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ടത് കോൺഫിഡൻസ് ആണ്. അപ്പൊ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചെറിയ കാൽക്കുലേഷൻസ് ആണ് അവർക്ക് ആദ്യം കൊടുക്കുന്നത്. അതായത് തുടക്കത്തിൽ അപ്പൊ ഇതൊരു 10 വയസ്സുള്ള കുട്ടിയായാലും 6 വയസ്സുള്ള കുട്ടിയായാലും ഒരു 12 വയസ്സും 14 വയസ്സുള്ള കുട്ടിയായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അബാക്കസിനകത്ത് അത് എവിടെ ചെന്നാലും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 ഡിജിറ്റിലാണ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 1 ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് അവര് ചെല്ലുന്നത് അത് മെനി ഡിജിറ്റ്സ്, അതായത് കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളതിനകത്തേക്ക് പോകും. അപ്പൊ ഈ സിംഗിൾ ഡിജിറ്റിൽ ചെയ്ത് 2 ഡിജിറ്റ്സ് 3 ഡിജിറ്റ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ ഓട്ടോമാറ്റിക്കലി കോൺഫിഡന്റ് ആണ്, അവർ ഹാപ്പി ആണ്. അപ്പൊ ആ ഹാപ്പിനെസ്സും കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് മാത്സ് പഠനം മാത്രമല്ല, ഇത് ഏത് സബ്ജക്റ്റും പഠിക്കാനായിട്ട് ഇതിനെ സഹായിക്കും. കാരണം കോൺഫിഡൻസ് ഉള്ള കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞാൽ അറിയാമല്ലോ. അതായത് നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടിയുടെ വിജയം സക്സസ്ഫുൾ അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് പ്രൂവൺ ആണ്. അതിൽ മിസ് നേരത്തെ പറഞ്ഞല്ലോ ഇതിന് ബിഹേവിയറലായിട്ട് കുറെ ചേഞ്ചസ് പിള്ളേരിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? ഈ അബാക്കസ് വഴി അത് എങ്ങനെയാ പറ്റുക? അബാക്കസ് പഠനം ഇവർക്ക് ക്ഷമ, ശാന്തത, ഏകാഗ്രത, ഇത് ഈ അബാക്കസ് പഠനത്തിലൂടെ അവർക്ക് കിട്ടാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ആദ്യം ഫസ്റ്റിലെ പിള്ളേർ വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ആദ്യം ഒരു ഭയങ്കര ഇറിറ്റേഷനുള്ള പിള്ളേരായിരിക്കും. അവര് ഭയങ്കരമായിട്ട് താഴെ ഇറങ്ങി പെൻസിൽ എടുക്കാൻ നടക്കല്. അപ്പൊ അവര് ഇരിക്കാൻ സാധിക്കൂല അവർക്ക്. അപ്പൊ പക്ഷെ ഇത് അബാക്കസിലൂടെ അവര് ചെയ്ത് അവർക്ക് ക്ഷമ അവർക്ക് അതിൽ വരും. ഒപ്പം തന്നെ അവര് ഒരു ഇരുത്തം കിട്ടും. എത്ര നാളുകൊണ്ട് നമുക്ക് ആ ഒരു വ്യത്യാസം അതിൽ കാണാൻ പറ്റാറുണ്ട്? വളരെ ചെറിയ പിള്ളേരാണെങ്കിൽ ഒരു 2 മാസം, അല്ലെങ്കിൽ ഇത്തിരി വലിയ പിള്ളേരാണെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ അവർക്ക് ശരിയാകാൻ സാധിക്കും. അതല്ലേ? ഓ, അതായത് ഇത് ഇത്രയും ഈ ബീഡ്സ് പോവുകയെന്ന് പറയുന്നതിന് നല്ല ക്ഷമ വേണം. അപ്പൊ അതിന്റെ ആ പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നല്ലേ സാറേ അവർക്ക് ആ ഒരു ഇത് കൊടുക്കുന്നത്? നമ്മളിപ്പോ ഇവിടെ എടുത്തു കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ദിവസം ഒരു കൺസെപ്റ്റാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന കുട്ടികൾക്ക് നമുക്ക് അത്രയും കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ തുടക്കം, അതായത് ചെറിയ കുട്ടികളാണെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ ഓക്കെ. അതേസമയം ഇപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് UKG പഠിക്കുന്ന കുട്ടികളുണ്ടാവും, 1ൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഇവര് വരുന്ന സമയത്ത് ഇവരുടെ ഒരു ഇറിറ്റേഷൻ എന്താ പറയാ, നമുക്ക് ഒരു
ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ, അതായത് എല്ലാവരും അങ്ങനെയാണെന്നല്ലോ അല്ലല്ല പക്ഷെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഒരു ദിവസം പഠിപ്പിക്കുന്ന ഈ കൺസെപ്റ്റ് പഠിപ്പിക്കുക. ആ കൺസെപ്റ്റിൽ നമ്മൾ അല്ലെങ്കിൽ നിരന്തരമായ പ്രാക്ടീസിന് ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്ത് കാര്യം നമ്മൾ പഠിക്കണമെങ്കിലും എവറി ഡേ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഈ അബാക്കസ് പഠിക്കുന്ന കുട്ടികൾക്കും എവറി ഡേ ഇത് ഈ ബീഡ്സ് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ പഠിക്കണം. അതായത് അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ഒരു ദിവസം എടുക്കുന്ന ക്ലാസ്സാണ്. അത് ഒരാഴ്ചയാണ് ഇവരുടെ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരാഴ്ച, അതായത് ഇന്നിപ്പോ സൺഡേ ക്ലാസ് കൊടുക്കും. അപ്പൊ ഇന്ന് എടുക്കുന്നത് അടുത്ത സൺഡേക്ക് വരുമ്പോഴേക്കും ഇവർ പ്രാക്ടീസ് ചെയ്താലേ അടുത്തതിനകത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അതർവൈസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഡ്സ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രാക്ടീസ് ചെയ്യുക, അല്ലാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. വെറും അബാക്കസ് പഠനം മാത്രമുള്ള മൂവ്മെന്റ് അല്ല, അതിനകത്ത് ബ്രെയിൻ ആക്ടിവിറ്റീസ് കൊടുക്കും. പിന്നെ അവർക്ക് 2 കൈകൾ ഉപയോഗിച്ച് തന്നെ എഴുതാനുള്ള കാര്യങ്ങൾ കൊടുക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും ഇവർ ഒരു ദിവസം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോ 20 തുടക്കക്കാർക്ക് 20 പോരാ, കാരണം വെച്ചാൽ അവർക്ക് തുടങ്ങിയല്ലേ. അപ്പൊ അവരൊരു 20-30 മിനിറ്റ് അവിടെ കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ ഏകദേശം 2 മണിക്കൂർ ക്ലാസ്സിലിരിക്കുന്നുണ്ട്. ഇവിടെയും ഈ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അതുവഴി അവർക്ക് പേഷ്യൻസ് വന്നിരിക്കും. അങ്ങനെയാണ് പിള്ളേരെ ആ ഒരു ശാന്തതയിലേക്കും ഏകാഗ്രതയിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വഴി ഉണ്ടായിട്ടും നമ്മളിൽ പലർക്കും ഇന്നും എന്താണ് അബാക്കസ് എന്ന് അറിയില്ല എന്നുള്ളതാണ് വസ്തുത കേട്ടോ. ഇവിടെ എനിക്ക് പോലും ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും ഈ അബാക്കസിന്റെ പരസ്യം കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. അതേക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്, അതുപോലെ ഒരുപാട് പേർക്ക് മിക്കവാറും സംശയം കാണും. ഈ പിള്ളേർ ഇങ്ങനെ കൈവച്ചിട്ട് എന്തോ കാണിക്കുന്ന കാണാമല്ലോ, അവരിങ്ങനെ സ്റ്റേജിലൊക്കെ ഇരുന്നിട്ട്. അതെന്താ സംഭവം? അതെന്താണ് അവരെ കൈവച്ച് കാണിക്കുന്നത്? അത് അവര് ആദ്യം അബാക്കസിലാണ് ചെയ്യുന്നത്. ടൂളിൽ ചെയ്യും. സാവധാനം അവർ ചെയ്ത് മൈൻഡിൽ അവരുടെ അബാക്കസും ബീഡ്സും അവരുടെ മൈൻഡിൽ വരും. അപ്പൊ അവർക്ക് അവരുടെ സ്പീഡ് അനുസരിച്ചാണ് അവര് കൈ ഇങ്ങനെ കാണിച്ച് മൈൻഡ്, അതായത് മനസ്സിൽ ഇത് കണ്ടിട്ടാണ് അവരത് അല്ലേ. അതായത് അവര് ഇത് ഇപ്പൊ നമ്മൾ ഫിസിക്കലായിട്ടല്ലേ ചെയ്യും, അവരത് മെന്റലായിട്ട് ചെയ്യും. അതായത് ഈ ബീഡ്സും, അതായത് ഈ അബാക്കസ് അവരുടെ മൈൻഡിൽ ഫീഡഡ് ആണ്. അപ്പൊ ആ പ്ലേസും പൊസിഷനും എല്ലാം അവർക്കറിയാം. അങ്ങനെ അറിയാവുന്നത് കൊണ്ട് ഇവര് മെന്റൽ അബാക്കസ് നടത്തുന്നത് ചെയ്യുന്നത്, അത് വിഷ്വലൈസേഷൻ ആണ്. ആ വിഷ്വലൈസ് ചെയ്ത് അവര് ഈ ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ സ്പീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് ഇപ്പൊ ഈ കാണിക്കുന്നില്ലേ, അതേപോലെ തന്നെ അവരുടെ മൈൻഡിൽ കാണുന്ന അബാക്കസിൽ ബീഡ്സ് അവർ മൂവ് ചെയ്യുന്നത്. അതാണ് ആ കൈ കൊണ്ട് അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൈ എടുക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ചെയ്യാൻ പറ്റും. അത് കുറെ പിള്ളേര് ഇപ്പൊ ചെയ്യുന്നില്ല അങ്ങനെ, കാരണം അവര് കൈ ധരിച്ചിട്ട് അവർ അറ്റൻഷൻ ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് അവരത് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും, അതുപോലെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അവർ കേട്ടിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇത് എനിക്കുണ്ടായിരുന്ന നമ്മുടെ അബാക്കസിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറിക്കിട്ടി, നിങ്ങൾക്കും അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആൽഫ അക്കാഡമിയിലെ പോൾ സാറും മിനി മാമിൻ്റെയും ഈ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ പിള്ളേരുടെ ആത്മവിശ്വാസവും ശ്രദ്ധയും ഏകാഗ്രതയും എല്ലാ സ്കിൽസും ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ആൽഫ അക്കാഡമി നമ്മളെ സഹായിക്കും. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ് ഉണ്ട് അല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. ബൈ.